നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്ന ഒറ്റത്തൂണിലുള്ള ആറുവരി പാലത്തിൻ്റെ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നമ്മുടെ ഈ ആറുവരി പാലത്തിൻ്റെ മുകളിലായിട്ട് ഫൈനൽ ടാറിംഗ് പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവസാനഘട്ട മിനുക്കുപണികളാണ് നിലവിലിപ്പോൾ തലപ്പാടി ചെങ്കളാഴ്ചയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ടാറിംഗ് പ്രവൃത്തികൾ ഏകദേശം അവസാന ഘട്ടത്തിലാണ്. കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പുതിയ ബസ് സ്റ്റാൻഡ് നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ മുകളിലാണുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ദേശീയപാത വികസനത്തിൻ്റെ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ചിലെ ചെർക്കള മുതൽ നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലം വരെയുള്ള വികസന കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചെർക്കളയിൽ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഒരു വശത്ത് അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ നമ്മുടെ ചെർക്കള ടൗണിൽ നിന്നും ദേശീയപാത ഈ ഫ്ലൈ ഓവറിലേക്കുള്ള ഒരു ആക്സസിൻ്റെ വർക്കാണ് നിലവിൽ നടക്കുന്നത്. ഇവിടെ സ്പാനുകളുടെ വർക്ക് നടന്നിട്ടുണ്ട്, പിയർ ക്യാപ്പിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സ്പാനിൻ്റെ വർക്ക് മാത്രമാണ് നടക്കാൻ ബാക്കിയുള്ളത്. ടോട്ടൽ 6 സ്പാനാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഏപ്രിൽ 12 രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഈ ചെർക്കള ഫ്ലൈ ഓവറിൻ്റെ താഴെയായിട്ട് ഒരു കണ്ടെയ്നർ ലോറി കുടുങ്ങിക്കിടന്നിട്ടുണ്ടായിരുന്നു. ഫ്ലൈ ഓവറിന് ഉയരം കുറവെന്നാണ് ഇവിടുത്തെ ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നത്. നമ്മുടെ ഫ്ലൈ ഓവർ സ്റ്റാർട്ടാവുന്ന അപ്രോച്ച് റോഡിൻ്റെ ഭാഗം മുതൽ ചെറിയ ഉയരമാണ് ഈ ഫ്ലൈ ഓവറിൻ്റെ താഴെയായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ വലിയ വണ്ടികളൊന്നും പോകാൻ കഴിയുകയില്ല. നമ്മളെ ചെർക്കള സെൻട്രൽ സ്കൂളിൻ്റെ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഇരുവശത്തോട്ട് കടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാസേജ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചെർക്കളയിൽ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ ഒരു വശത്തുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മറുവശത്ത് ഗേഡർ ഇൻസ്റ്റാളേഷനാണ് ഈ ഭാഗത്ത് നടക്കുന്നത്. ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞുള്ള ഭാഗത്ത് കോൺക്രീറ്റ് പ്രവൃത്തികൾ നടന്നിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ 2 വശത്തായിട്ടും കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞ ഇടമാണ്. അത് കഴിഞ്ഞ് ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളിലായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകൾ ഇനിയും നടക്കാൻ ബാക്കിയുണ്ട്. ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഈ നടപ്പാതയുടെ നിർമ്മാണമൊക്കെ നടക്കാൻ ബാക്കിയുണ്ട്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ചിലെ വർക്കുകൾ അവസാന ഘട്ടത്തിലാണ്. അവിടെ ടാറിംഗ് പ്രവൃത്തികൾ 100% കടക്കുകയാണ്. 97%-ലധികം വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ മേൽപ്പാലത്തിന് മുകളിലുമുള്ള ടാറിംഗ് പ്രവൃത്തികൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇവിടെയാണ് ആദ്യത്തെ മെർജിങ് പോയിന്റ് വരുന്നത്. ഇത് മേഘാ കമ്പനിയുടെ റീച്ചാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ആദ്യത്തെ എൻട്രിയാണ് വരുന്നത് കേട്ടോ. മെർജിങ് പോയിന്റ് ഇടത് ഭാഗത്തായിട്ട് ആറുവരി പാതയിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. നിലവിൽ ഈ ഭാഗത്ത് നമ്മുടെ ഒരു വശത്ത് മാത്രമാണ് 3 വരിപ്പാത മാത്രമാണ് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത്. മറുവശത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെർക്കള മേൽപ്പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഭാഗത്തുള്ള 3 വരിപ്പാത തുറന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെയൊക്കെ സൈൻ ബോർഡിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. നമ്മുടെ ULCCൻ്റെ റീച്ചിൽ ULCCൻ്റെ റീച്ച് സ്റ്റാർട്ടാവുന്ന ഇടമാണ്. ഇവിടെ മുതൽ നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് അപ്രോച്ച് റോഡ് സ്റ്റാർട്ടാവുന്ന ഭാഗം നുള്ളിപ്പാടി വരെ ലൈൻ മാർക്കിംഗ് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാളം ഭാഗത്തുള്ള ലൈൻ മാർക്കിംഗ് മാത്രമാണ് ഇനി കഴിയാൻ ബാക്കിയുള്ളത്. അവിടെ കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ നായ്മാറമൂല അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തൊക്കെ ലൈൻ മാർക്കിംഗ് പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. നിലവിൽ ആ ഭാഗത്ത് ലൈൻ മാർക്കിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലം കഴിഞ്ഞ് കറന്തക്കാട് മുതൽ നമ്മുടെ മൊഗ്രാൽ പുത്തൂർ ടൗൺ വരെയുള്ള ലൈൻ മാർക്കിംഗ് നേരത്തെ തുടങ്ങിയതാണ്. ഇപ്പോൾ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാകുമോ എന്നറിയില്ല. നമ്മൾ ആ ഭാഗത്ത് പോവാത്ത കഴിഞ്ഞ ആഴ്ചയാണ് വീഡിയോ ചെയ്തത്. എന്തായാലും നമ്മുടെ ULCCയുടെ വർക്ക് അതിവേഗത്തിലാണ് ഇവർ പൂർത്തീകരിച്ചത്. കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെയും രണ്ടാമത്തെയും റീച്ച്, കൂടാതെ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസ് എന്നിവിടങ്ങളിലെ വർക്ക് 90%-ലധികം കഴിഞ്ഞുള്ള ഇടമാണ്. ആദ്യത്തെ എക്സിറ്റ് വരുന്ന ഇടമാണ് നമ്മൾ ഈ ഇന്ദിരാനഗർ ഭാഗത്ത് ഇടത് ഭാഗത്തായിട്ട് കാണുന്നത്. ഇവിടെ വരുന്നത് എൻട്രിയാണ് കേട്ടോ. നമ്മൾ ഈ വലത് ഭാഗത്തായിട്ട് കാണുന്നത് എൻട്രി പോയിൻ്റാണ്. നിലവിലിപ്പോൾ റോഡ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 വരിപ്പാത കൂടി ഇവിടെ എക്സിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ. അപ്പോൾ പാത മുഴുവനായിട്ടും തുറന്നു കൊടുത്തതിന് ശേഷം ഇവിടെ എൻട്രി ചെയ്യാനൊരു ഇടമാണ്, എക്സിറ്റ് അല്ല വരുന്നത്.
അപ്പോൾ കാസർഗോഡ് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മൾ അണങ്കൂർ അണ്ടർ പാസേജ് കഴിഞ്ഞ് ഒരു പെട്രോൾ പമ്പില്ലേ, പെട്രോൾ പമ്പിൽ നിന്നാണ് നമ്മുടെ എൻ്റർ ചെയ്യേണ്ടത്. കൂടാതെ എക്സിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ 4 മൈൽ അണ്ടർ പാസേജിന് തൊട്ടുമ്പോൾ മെർച്ചിങ് പോയിൻ്റ് അവിടെ നിന്നാണ് എക്സിറ്റ് അടിക്കേണ്ടത് ചെർക്കള ഭാഗത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ പൂർണ്ണമായിട്ടും വർക്ക് കഴിഞ്ഞ ഇടം കൂടിയാണ്. നമ്മുടെ ഇടത് ഭാഗത്തായിട്ട് നടപ്പാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നടപ്പാതയുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഈ നമ്മൾ കാണുന്ന ഈ വലതു ഭാഗത്തുള്ള ഇടത്താണ്, ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്താണ് നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുള്ളത്. നാലാം മൈൽ അണ്ടർ പാസേജിൻ്റെ ഭാഗത്തുള്ള ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അണ്ടർ പാസേജിൻ്റെ താഴെയായിട്ട് നിലവിലിപ്പോൾ നടപ്പാതയുടെ നിർമ്മാണമാണ് നടക്കുന്നത്. ഇരുവശത്തായിട്ടും കമ്പി കെട്ടിയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. 2 ഭാഗത്തോട്ടും നടന്നിട്ട് ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിലവിൽ താഴെയായിട്ട് അണ്ടർ പാസേജിൻ്റെ താഴെയായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. നമ്മുടെ 4 മൈൽ അണ്ടർ പാസേജ് കഴിഞ്ഞ് നമ്മുടെ സന്തോഷ് നഗർ ചെറിയൊരു അണ്ടർ പാസേജ് അത് കഴിഞ്ഞുള്ള ഭാഗത്താണ്, ഇവിടെയാണ് നമ്മളെ കാണുന്ന വലത് ഭാഗത്താണ് എക്സിറ്റ് വരുന്നത്. നമ്മളെ കാസർഗോഡ് ടൗണിൽ നിന്ന് ചെർക്കള ഭാഗത്തോട്ട് എക്സിറ്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെർജിങ് പോയിൻ്റാണ് നമ്മൾ കാണുന്നത്. ഇവിടെ എക്സിറ്റ് അടിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ നേരെ ചട്ടഞ്ചാൽ ഭാഗത്തോട്ട് പോയിട്ട് വേണം വീണ്ടും തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ വാഹനങ്ങളിതാ എക്സിറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ മുതൽ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സിറ്റ് അടിക്കുമ്പോൾ അവിടെ ചെറിയൊരു ലൈൻ കാണാൻ, ആ സൈഡിൽ കൂടി വേണം നമ്മൾ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ പൂർണ്ണമായിട്ടും ലൈൻ മാർക്കിംഗ് കഴിയുന്നതോടുകൂടി ഈ എക്സിറ്റ് പോയിൻ്റ് ഭാഗത്തുള്ള മാർക്കിംഗ് കഴിയുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിലവിലിപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ റോഡ്. എന്നിരുന്നാലും വാഹനങ്ങൾ കടന്നു പോകുന്ന ദൃശ്യം കാണാം. ഒരുപാട് വാഹന അപകടങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ ഈ പാണളം ഭാഗത്തൊരു ബൈക്ക് ആക്സിഡൻറ്റിൽ പെട്ടിട്ടുണ്ടായി. റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, അവർ എൻ്റർ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിന് വാഹനങ്ങൾ പോകട്ടെ. വർക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. നല്ല സ്പീഡിൽ പോകുമ്പോൾ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇവിടെ സുരക്ഷാ ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ റോഡ് വർക്ക് നടക്കുന്ന ഇടങ്ങളിൽ മെയിൻ റോഡിൽ 50 കിലോമീറ്റർ സ്പീഡിലും സർവീസ് റോഡിൽ 30 കിലോമീറ്റർ സ്പീഡിലുമാണ് പോകേണ്ടത്. അപ്പോൾ ഈ റോഡ് വർക്ക് നടക്കുന്ന പല ഭാഗത്തും ഡൈവേഷനൊക്കെ ഉണ്ട്. ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും വാഹനങ്ങൾ പോയി വലിയ രീതിയിലുള്ള അപകടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ പാണലം ഭാഗത്തൊക്കെ ഒരു ബൈക്ക് ഒരാഴ്ച മുമ്പ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ നായ്മാറ് മൂല അണ്ടർ പാസേജിന് എത്തുന്നതിന് തൊട്ട് മുമ്പ് 2 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പള ഭാഗത്ത് അപകടങ്ങൾ നടന്നിട്ടുണ്ട്. എന്തായാലും ദേശീയപാത പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തില്ല. ഒരുപാട് ഡൈവേഷനൊക്കെ വരുന്നതാണ്. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം വാഹനങ്ങൾ ഓടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ സന്തോഷ് നഗർ ഭാഗം കഴിഞ്ഞ് പാണലം ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഒരു എൻട്രി വരുന്നത് കണ്ട. നമ്മളെ 4 മൈൽ അണ്ടർ പാസേജ് കഴിഞ്ഞ് സന്തോഷ് നഗർ കഴിഞ്ഞ് പാണലത്താണ് എൻ്റർ ചെയ്യാനുള്ള ഒരു മെർജിങ് പോയിൻ്റ് വരുന്നത്. ഇവിടെ എക്സിറ്റ് അല്ല, എൻട്രിയാണ് വരുന്നത് കേട്ടോ. പൂർണ്ണമായിട്ടും ഈ ഭാഗത്തുള്ള മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ഈ നമ്മൾ കാണുന്ന സൈഡിലുള്ള ഒരു ലൈനില്ല, ആ ലൈനിൽ കൂടി നമ്മൾ മുമ്പിലോട്ട് പോയി ആസാഡ് ലൈൻ എത്തുന്നതിന് തൊട്ട് മുമ്പ് ആണ് നമ്മൾ ഈ എൻ്റർ ചെയ്യേണ്ടത് ആ വഴിപ്പാതയിലോട്ട്. അപ്പോൾ ഇവിടെ ആസാഡ് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും പൂർണ്ണമായിട്ടും ഈ ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയാൻ സാധിക്കും. ഒരു എക്സിറ്റ് എൻട്രി പോയിന്റിലൊക്കെ വേണ്ട രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് ഇത് ഇടവരുത്തും. നമ്മൾ നായ്മാർമുല ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നിലവിൽ ലൈൻ മാർക്കിംഗ് പൂർത്തീകരിക്കേണ്ടത്. അവസാനമായിട്ടാണ് ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നടന്നിട്ടുള്ളത്. ഒരുപാട് സ്ഥലത്തൊക്കെ സമരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട്. പല സ്ഥലത്തും അണ്ടർ പാസേജും ഓവർ പാസേജും ഒക്കെ അനുവദിച്ചിട്ടുണ്ട്. നമ്മളെ നുള്ളിപ്പാടി ഭാഗത്ത് അണ്ടർ പാസിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടന്നത് അവസാന ഘട്ടത്തിലാണ് കേട്ടോ. എന്തായാലും ആ ഭാഗത്ത് കിട്ടേണ്ടതായിരുന്നു. ഒരു ഫുട് ഓവർ ബ്രിഡ്ജെങ്കിലും ആ ഭാഗത്ത് അനുവദിക്കേണ്ടതായിരുന്നു. കാരണം അവിടെ ഒരു ഹോസ്പിറ്റൽ വരുന്നുണ്ട്. ഇരുഭാഗത്തോട്ടും ആളുകൾക്ക് രോഗികൾക്കൊക്കെ കടക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. നായ്മാറുമല ഭാഗത്തുള്ള അണ്ടർ പാസിൻ്റെ താഴെയായിട്ട് ഇരുവശത്തോട്ടും നടപ്പാതയുടെ നിർമ്മാണമാണ് നിലവിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വിദ്യാനഗർ ഭാഗത്തുള്ള അണ്ടർ പാസേജിൻ്റെ താഴെയായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇവിടെ നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയില്ല. നായ്മാറമുല അണ്ടർ പാസിൻ്റെ ദൃശ്യമാണ് കാണുന്നത്.
നായ്മാറുമൂല കഴിഞ്ഞ് നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു മെർജിങ് പോയിൻ്റാണ് ഇടതുഭാഗത്തായിട്ട് കാണുന്നത്. നമ്മളെ വിദ്യാനഗർ BC റോഡ് തുടങ്ങിയ സ്ഥലത്തോട്ട് എക്സിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട്, കൂടാതെ നമ്മുടെ അണങ്കൂർ ഭാഗത്തോട്ടും എക്സിറ്റ് ചെയ്യാനുള്ള ഒരു മെർജിങ് പോയിൻ്റാണ് ഇടതുഭാഗത്തായിട്ട് കാണുന്നത്. നമ്മൾ അണങ്കൂർ എത്തുന്നതിന് തൊട്ട് മുമ്പുണ്ടത് എക്സിറ്റ് അല്ല കേട്ടോ, അത് എൻ്റർ ചെയ്യാനുള്ള ഒരു മെർജിങ് പോയിൻ്റാണ് കാണുന്നത്. ഇവിടെ നമ്മൾ വലതുഭാഗത്തായിട്ട് നമ്മുടെ 6 വരിപ്പാതയിലോട്ട് നമ്മുടെ BC റോഡ് കഴിഞ്ഞ് എൻ്റർ ചെയ്യാനുള്ള മെർജിങ് പോയിൻ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എക്സിറ്റ് അല്ല, എൻട്രി ആണ് വലതുഭാഗത്തായിട്ട് കാണുന്നത് നമ്മുടെ BC റോഡിൽ നിന്ന്. BC റോഡ് അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള ഭാഗത്ത് മുഴുവനായിട്ടും വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇവിടെ ലൈറ്റിങ്ങിൻ്റെ വർക്ക് നടക്കുന്നതിനാൽ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു 3 വരിപ്പാതയിൽ. നിലവിൽ പൂർണ്ണമായിട്ടും തുറന്ന് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. നമ്മുടെ വിദ്യാനഗർ അണ്ടർ പാസേജിൻ്റെ താഴെയായിട്ട് ഇനി നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. നായ്മാറമൂലയിലും 4 മൈലിലും നടപ്പാതയുടെ നിർമ്മാണ വർക്കുകൾ നടക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് തുറന്നു കൊടുത്തൊരു ഫോട്ടോ പിടിച്ചാണ് നമ്മുടെ ഗവൺമെൻറ് കോളേജിൻ്റെ മുൻവശത്തായിട്ട് കാണുന്നത്. ഇവിടെ നല്ല കയറ്റിറക്കുള്ള സ്ഥലമായിരുന്നു. മണ്ണെടുത്തിട്ട് താഴ്ന്നിട്ടാണ് ഇവിടെ 6 വരിപ്പാത വരുന്നത്. അപ്പോൾ സർവീസ് റോഡ് നല്ല ഉയരത്തിലാണ് വരുന്നത് കേട്ടോ. നമ്മൾ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് ചെർക്കള ഭാഗത്തോട്ട് പോകുമ്പോൾ 6 വരിപ്പാതയിലോട്ട് എൻ്റർ ചെയ്യാനുള്ളൊരു മെർജിങ് പോയിൻ്റാണ് അണങ്കൂർ കഴിഞ്ഞ് ഇവിടെ നമ്മൾ വലതു ഭാഗത്തായിട്ട് കാണുന്നത്. ഇത് കൂടാതെ ഇടതു ഭാഗത്തായിട്ട് നമ്മുടെ അണങ്കൂർ അണ്ടർ പാസേജിന് തൊട്ട് മുമ്പായിട്ടൊരു എൻട്രി പോയിൻ്റ് നമുക്ക് കാണാൻ കഴിയും. ഇത് എക്സിറ്റ് അല്ല, എൻ്റർ ചെയ്യാനുള്ള, നമ്മുടെ വിദ്യാനഗർ കഴിഞ്ഞ് 6 വരിപ്പാതയിലോട്ട് എൻ്റർ ചെയ്യാനുള്ള ഒരു മെർജിങ് പോയിൻ്റാണ് ഇവിടെ കാണുന്നത് കേട്ടോ.
ഓട്ടോയും ബൈക്കും പോകുന്ന പോക്കാണ്ട് നിങ്ങൾ. നമ്മൾ അണങ്കൂർ അണ്ടർ പാസേജിൻ്റെ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. ചെറിയൊരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ് അണങ്കൂർ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ഭാഗത്ത് നല്ല വലിപ്പമുള്ളൊരു അണ്ടർ പാസേജ് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ കാസർഗോഡ് ടൗൺ കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന ഒരു അണ്ടർ പാസേജാണ് ഇത്. ചെറിയൊരു അണ്ടർ പാസേജാണ്. അതിനൊരു വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നു. പല സ്ഥലത്തും ഈ അണ്ടർ പാസിൻ്റെ താഴെയായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കിനിത് കാരണമായിരിക്കും. ഞാനിത് രാവിലെയാണ് 7 മണിക്ക് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത്ര വാഹനങ്ങളൊന്നും ഇല്ല. നമ്മൾ കാസർഗോഡ് ടൗണിലോട്ട് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു മെർജിങ് പോയിൻ്റാണ് ഇടത് ഭാഗത്തായിട്ട് കാണുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ കാസർഗോഡ് ടൗണിലോട്ട് എക്സിറ്റ് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയാൽ നമ്മുടെ അടുക്കത്ത് പോയാൽ എൻട്രിയാണ് വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ CPCRA ആണ് എക്സിറ്റ് വരുന്നത്. ഇവിടെ നിന്ന് എക്സിറ്റ് അടിച്ചില്ലെങ്കിൽ CPCRA നമ്മൾ എക്സിറ്റ് അടിച്ച് നേരെ നമ്മുടെ ചൗക്കി അണ്ടർ പാസേജ് കഴിഞ്ഞ് അണ്ടർ പാസേജിന് താഴെയായിട്ട് U-ടേൺ അടിച്ച് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടതായിട്ടുണ്ടാകും. എന്തായാലും വാഹനം ഓടിക്കുന്നവർ ഒന്ന് ഇതൊക്കെ മനസ്സിൽ കരുതിയാൽ നന്നായിരിക്കും. അപ്പോൾ പൂർണ്ണമായിട്ടും ഈ മാർക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല എൻട്രി എക്സിറ്റിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട്. നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്ന മേൽപ്പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് കാണുന്നത്. ഇവിടെ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ ഇടം കൂടിയാണ്. അപ്പോൾ ഇവിടെ ടാറിംഗ് പ്രവൃത്തികൾ ഇന്നലെ 11-ാം തീയതി രാവിലെ തുടങ്ങിയതാണ്. കാരണം നല്ല മഴയായിരുന്നു. രാവിലെ ഞാൻ ഈ ഭാഗത്ത് വീഡിയോ എടുക്കാൻ വന്നതാണ്. അപ്പോൾ മഴയായത് കാരണം നമ്മൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. 12-ാം തീയതിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഇനി ടാറിംഗ് പ്രവൃത്തികൾ വിഷു ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബുധനാഴ്ച ആയിട്ടുണ്ടാകും സ്റ്റാർട്ടാവുക. ഇവിടെയുള്ള തൊഴിലാളികൾക്കൊക്കെ വിഷു പ്രമാണിച്ച് ലീവാണ്. അപ്പോൾ അധികം പേരും വടകരക്കാരാണ് ഈ ULCCയിൽ വർക്ക് ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ തൊഴിലാളികളൊക്കെ ഉണ്ട്. നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്ന ബോക്സ് ഗേഡറുള്ള ഒറ്റത്തൂണിലുള്ള 6 വരി പാലം ടോട്ടൽ 29 സ്പാനാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കറന്തക്കാട് മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സ് വരെയാണ് ഈ പാലം വരുന്നത് കേട്ടോ. എന്തായാലും വർക്കുകൾ അവസാന ടാറിംഗ് പ്രവൃത്തികളാണ് ഈ ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഭാഗങ്ങളായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ നേരത്തെ കഴിഞ്ഞതാണ്. നമ്മൾ ഈ വലത് ഭാഗത്ത് കാണുന്ന ഇടത്ത് ഇനി ആ ഭാഗത്ത് തന്നെയാണ് ടാറിംഗ് പ്രവൃത്തികൾ നിലവിൽ നടക്കുന്നത്. മഴ ആയതുകൊണ്ട് ഇന്നലെ സ്റ്റോപ്പാക്കിയതാണ്. ഇനി ബുധനാഴ്ചയാണ് ടാറിംഗ് വീണ്ടും തുടങ്ങുക. നിലവിൽ ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ മേൽപ്പാലത്തിന് താഴെയായിട്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കാണ് നടക്കുന്നത്. കൂടാതെ കോൺക്രീറ്റ് കട്ടകൾ ഉപയോഗിച്ചുള്ള വർക്കും നടക്കുകയാണ്. കറന്തക്കാട് ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ടും വർക്ക് കഴിഞ്ഞ ഇടം കൂടിയാണ്. നുള്ളിപ്പാടി അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. ഇവിടെ നമ്മളെ സെൻറ്റർ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തുള്ള പെയിൻറ്റിങ് വർക്കുകളാണ് നടക്കുന്നത് കേട്ടോ. വൈറ്റിലേക്ക് ബ്ലാക്ക് അടിക്കുകയാണ്. 50 സെൻറ്റിമീറ്ററിലാണ് ബ്ലാക്ക് അടിക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡ് ഫ്ലൈ ഓവറിൻ്റെ താഴെയുള്ള ദൃശ്യമാണ് കാണുന്നത്. ഫ്ലൈ ഓവറിൻ്റെ താഴെയായിട്ട് സർവീസ് റോഡിൻ്റെ വർക്കാണ് നടക്കുന്നത്. നിലവിലിപ്പോൾ ഇവിടെ സർവീസ് റോഡ് റെഡിയാക്കിയിട്ട് ഇടത് ഭാഗത്തായിട്ട് വാഹനങ്ങൾ കാസർഗോഡ് നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തോട്ട് പോവുകയാണ്. ഇവിടെ മുതൽ സർവീസ് റോഡ് തുറന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നേരത്തെ പുതിയ ബസ് സ്റ്റാൻഡ് സർക്കിൾ ഉണ്ടായിരുന്നത്. എന്തായാലും കാസർഗോഡ് ഈ ഫ്ലൈ ഓവർ വരുന്നതോടുകൂടി കാസർഗോഡ് ടൗണിൽ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കിനൊരു പരിഹാരമാകുമെന്നത് നമുക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ മംഗലാപുരം ഭാഗത്തോട്ട് പോകുമ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് ഇവിടെ ഇവർ പാലം നിർമ്മിക്കാൻ ഉപയോഗിച്ച സാമഗ്രികളൊക്കെ ഇവിടെ
ക്രെയിൻ ഉപയോഗിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മാറ്റിയിട്ട് ഇവിടെ കോൺക്രീറ്റ് കട്ടകൾ പാകാൻ വേണ്ടിയിട്ടുള്ള വർക്ക് ഇനി നടക്കാൻ ബാക്കിയുണ്ട്.